ഹായ് ഓൾ. അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് ലാസ്റ്റ് ഡേ എക്സാം ഓഫ് ദിസ് കോഴ്സ്, അതായത് ലാസ്റ്റ് ഡേ എക്സാം വ്ളോഗാണ്. അപ്പം ഈ ഒരു എക്സാമും കൂടെ കഴിഞ്ഞ് ഞങ്ങളാരും ഇനി അങ്ങോട്ട് കാണലില്ല. കാരണം എല്ലാം കഴിഞ്ഞു, എല്ലാ പരിപാടിയും കഴിഞ്ഞ് എക്സാം കഴിഞ്ഞു. ഇനി സപ്ലൈ വരുവാണെങ്കിൽ സപ്ലൈക്ക് കാണാം, അല്ലാതെ TC അങ്ങനത്തെ കാര്യങ്ങളാണ്. അപ്പം ഈ ഒരു വ്ളോഗ് ചെറിയൊരു സാഡും ഉണ്ട്, എന്നാൽ പരീക്ഷയിൽ നിന്ന് തീരുന്ന സന്തോഷവും ഉണ്ട്. അപ്പം നല്ല പാടാണ്. ഇപ്പോഴത്തെ എക്സാമൊക്കെ പുതിയ സിലബസ് ബേസാണ്, നല്ല പാടാണ് കേട്ടോ. വീട്ടിൽ ഇരുന്ന് പഠിക്കാത്തവർ വരെ ബസ് സ്റ്റോപ്പിൽ ഇരുന്ന് പഠിക്കുന്നു ഗായ്സ്. അപ്പം എന്താ ഇങ്ങനെ വ്ളോഗ് എടുക്കാൻ വേണ്ടി ഞാൻ ഇന്നത്തെ വ്ളോഗ് എടുക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും വേണ്ട, എക്സാം ഡേയിൽ അപ്പം എന്താ ടെൻഷനും കാര്യങ്ങളൊക്കെ ഇല്ല. അപ്പം വ്ളോഗ് എടുക്കണ്ടെന്ന് വിചാരിച്ചു. പിന്നെ കൂടെ ഉള്ളവരൊക്കെ കൂടെ സപ്പോർട്ട് ചെയ്തപ്പോൾ ഈ ഒരു മിസ്സിങ് ഇനി നമുക്ക് ഈ ഒരു മൂമെൻറ്റ്സ് ഇനി നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റിയ ലാസ്റ്റ് അവസരമാണ്. അപ്പം എല്ലാവരും ആ കോളേജിലേക്ക് പോവുകയാണ് എക്സാം എഴുതാൻ. അപ്പോൾ ഉച്ചയ്ക്കാണ്. അപ്പോൾ നമുക്ക് 1:30 തൊട്ട് 4:30 വരെയാണ് ഇപ്പം ലാസ്റ്റ് ഡേ എക്സാം. അതൊക്കെ 5 ആയിരുന്നു, 5 മണി വരെയാണ്. ഓക്കെ, അപ്പോൾ ലാസ്റ്റ് ഡേ ആയതുകൊണ്ട് ലാസ്റ്റ് എന്താ പ്ലാനിങ് ആണ്. നമുക്ക് പുറത്ത് പോയി എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ട് നമുക്ക് വരാമെന്ന്. അപ്പം നമ്മളെല്ലാവരും അങ്ങോട്ട് പോവുകയാണ് ഷോപ്പിലോട്ട്. അപ്പം എന്താ പറയുക, ഈ ഒരു മൂമെൻറ്റ്സൊക്കെ എന്നും ഇങ്ങനെ തന്നെ ഈ ഒരു യൂട്യൂബിൽ കിടക്കിട്ട് നാളെ ലൈഫിൽ ഓർക്കുന്ന വളരെ നമുക്ക് തിരിച്ച് കിട്ടാത്ത ഒരു മൂമെൻറ്റ്സാണ് ഈ കോളേജ് ലൈഫ് എൻഡിങ്ങും അതൊക്കെ. അപ്പം നമ്മളെല്ലാവരും ഫുഡ് അടിയൊക്കെ തുടങ്ങി. അത് ഷവർമ്മയാണ്. അപ്പം എൻ്റെ ഫേവറേറ്റുമാണ്. അപ്പം ഇന്ന് കുറച്ച് നേരമൊക്കെ സ്പെൻഡ് ചെയ്ത് ഇപ്പോൾ സമയം എനിക്ക് തോന്നുന്നു ഒരു 6:15 കഴിഞ്ഞ് 6:30 ആവാൻ പോകുന്നു. ഇപ്പോഴത്തെ സ്കൈയൊക്കെ കാണാൻ വളരെ നല്ല രസമാണ് ഇല്ലേ. അപ്പം നല്ല രസമുണ്ട് സ്കൈയൊക്കെ കാണാൻ. അപ്പം ഇപ്പം 6:30 ആണെങ്കിലും സാധാരണ രീതിയിൽ ഭയങ്കര ഇരുട്ടാണ് ആവേണ്ടത്, പക്ഷേ അത്യാവശ്യം ഇരുട്ടൊന്നുമില്ല. ഞാൻ നിങ്ങൾക്ക് കുറച്ചും കൂടെ സ്കൈ നന്നായി കാണാൻ വേണ്ടി ബ്രൈറ്റ് കുറച്ചിട്ട് കാണിക്കുന്നതാണ്. ഇപ്പോൾ ഒരു 6:30 കഴിഞ്ഞ് വലിയ ഇരുട്ടും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പം അതും കഴിഞ്ഞു ഗൈസ്. അപ്പോൾ ഇന്നത്തെ എക്സാം മുമ്പത്തെ 2 എക്സാമിനേക്കാളും ബെറ്ററായിരുന്നു, കുഴപ്പമില്ല എന്ന് പറയാം. മുമ്പത്തെ 2ഉം നല്ല ടഫായിരുന്നു. അപ്പോൾ ഇനി കുറച്ച് ചിത്രങ്ങൾ കാണാം.